പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്ന്. നാളെ തിങ്കളാഴ്ച പകലാണ്. അൽഹംദുലില്ലാ. തിങ്കളാഴ്ച രാവിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, കേട്ടതാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കരളിൻ്റെ കരളാണ് അല്ലേ. ആ ഹബീബിനെ നമ്മൾ നെഞ്ചോട് ചേർക്കുന്നവരാണ്. അപ്പോൾ ആ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ആരും അല്ലേ, എല്ലാവരും ആഗ്രഹിക്കുന്നു. ആരും കാണണ്ടെന്ന് വിചാരിക്കുന്നില്ല. എല്ലാവരുടെ ആഗ്രഹം കാണണമെന്നാണ്. ഒരാൾ നബിയെ കണ്ടാൽ പിന്നെ അവൻ്റെ ജീവിതം സെറ്റാണ്. സെറ്റ് അല്ലേ, ഇന്നത്തെ കാലത്ത് പറയുന്ന വാക്കാണ് സെറ്റാണ്, രക്ഷപ്പെട്ടു എന്നാണ്. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ, ആമീൻ. അപ്പോൾ ദുആ ചെയ്യണം. ദുആ ഇറക്കുന്നതോടൊപ്പം തന്നെ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാം. മാത്രമല്ല ഇന്ന് നമ്മൾ ഒരു 3 ചെറിയ സൂറത്തുകൾ പരിചയപ്പെടുന്നുണ്ട്. ഈ 3 സൂറത്തുകൾ നമ്മൾ ഓതി തുടങ്ങിക്കോ എങ്കിൽ അള്ളാഹിൻ്റെ ഹബീബിനെ നമുക്ക് സ്വപ്നത്തിൽ കാണാം, നബി തങ്ങളുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്യാം. അതുപോലെ വിജയിക്കാൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പറയേണ്ടത്, ഓതേണ്ടത് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അവസാനം വരെ കാണണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റജബ് മാസത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു എല്ലാം സഫലീകരിച്ച് തരട്ടെ. ഒരുപാട് പേര് ഉസ്താദെ കടങ്ങളാണ്, നിങ്ങൾ പ്രത്യേകം ഒന്ന് ദുആ രക്കണേ. ഒരുപാട് പേര് ഇപ്പോൾ ഈ ലക്ഷദ്വീപുകാരായ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ഈ എറണാകുളം ഭാഗത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ടല്ലോ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്, അമൃത ഹോസ്പിറ്റലുണ്ട്, അതുപോലെ കൃഷ്ണ ഹോസ്പിറ്റലുണ്ട്, ലിസി ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ്, അങ്ങനെ ഒരുപാട് ആസ്റ്റർ, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ. അവിടെയൊക്കെ ഈ ലക്ഷദ്വീപുകാരും അതല്ലാതെ മലബാർ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രത്യേകം ദുആരക്കാൻ നമ്മുടെ പള്ളിയിൽ വന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ രോഗത്തിൽ കഴിയുന്നുണ്ടോ, പ്രയാസത്തിൽ കഴിയുന്നുണ്ടോ, നീയാണ് എല്ലാവർക്കും രോഗം കൊടുക്കുന്നത്. അള്ളാഹു നീ തന്നെ ഷിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നത്. നാളെ തിങ്കളാഴ്ച പകലാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അല്ലേ, നബിതങ്ങൾ ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്. ഏതോ ഒരു തിങ്കളാഴ്ച നബിതങ്ങൾ ജനിച്ചു. 7 എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച. ആ ദിവസം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തിങ്കളാഴ്ച ജനിച്ചതിൻ്റെ ആ ഒരു പവർ എല്ലാ മാസവും എല്ലാ വർഷവും ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ചക്കും അല്ലാഹു തആല മഹത്വം കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലും പകലും മഹത്വമുള്ളതുപോലെ തിങ്കളാഴ്ച രാവിലും പകലും ഒരുപാട് മഹത്വമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അതിനു മുമ്പ് ആ റജബ് മാസത്തിലെ ബറക്കത്തിന് ചോദിക്കുന്ന ആ ദുആ ഒന്ന് പറഞ്ഞോ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സ്വലാത്തുകൾ പറയാനും ആ മുത്തായ ഹബീബിൻ്റെ റൗള സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും അവിടത്തോട് സലാം പറയാനും ആ മുത്തു ഹബീബിനെ അല്ലാഹ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഞങ്ങൾക്ക് സ്വപ്നത്തിൽ ഒന്ന് കാണാൻ, ഞങ്ങൾക്ക് മുസാഫഹ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ മുത്തു മുഅ്മിനീൻ
മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസമാണ്, പുണ്യങ്ങളേറെ നിറയുന്ന മാസമാണ്. മാത്രമല്ല അതിപ്രധാനപ്പെട്ട ഒരു രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. തിങ്കളാഴ്ച രാവാണ്. തിങ്കളാഴ്ച രാവിൻ്റെ മഹത്വമൊന്നും ഞാൻ പറയണ്ടല്ലോ. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ഒരുപാട് മഹത്തുക്കൾ അവർ പറയുന്നുണ്ട്, ഞാൻ മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടത്, അല്ലെങ്കിൽ ഇന്നാലിന്നയാൾ മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടത് അതൊരു തിങ്കളാഴ്ച രാവിലായിരുന്നു. തിങ്കളാഴ്ച രാവിന് വലിയ മഹത്വമുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു രാവാണ് തിങ്കളാഴ്ച രാവ്. ഒരുപാട് ശ്രേഷ്ഠതകൾ. തിങ്കളാഴ്ച ദിനമോ അതും വലിയ പവിത്രതയുള്ളതാണ്. തിങ്കളാഴ്ച പകലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കാര്യങ്ങൾ തുടങ്ങുക. മാത്രമല്ല ഒരു യാത്ര പോവാൻ നബി തങ്ങൾ ഉദ്ദേശിച്ചാൽ ഈ തിങ്കളാഴ്ച ദിവസം രാവിലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഈ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാൻ പറ്റും. നമുക്കൊക്കെ മുത്തായ ഹബീബിനെ ഒന്ന് കാണണം. നമ്മളൊക്കെ ഹതഭാഗ്യന്മാരാണ്, നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ല അല്ലേ? നമ്മളൊന്ന് നേരിട്ട് കണ്ടവരല്ല. ആ മുത്ത് റസൂലിൻ്റെ ആ ഒരു സൗന്ദര്യമുള്ള മുഖം, ആ നബി തങ്ങളുടെ കൂടെ ഇരുന്ന സുഹാബിമാർ, അവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി നമുക്കുള്ള ഭാഗ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റണം. നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റണം. അത് മതി നമുക്ക് വിജയിച്ചാൻ. ഒരാൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്ങാനും കണ്ടാൽ അവൻ വിജയിച്ചു എന്നാൻ. തെറ്റ് ചെയ്യാൻ അവനിക്ക് തോന്നില്ല, അവന്റെ ആഖിബത്ത് നന്നാകുന്നതാണ്. മാത്രമല്ല അവന്റെ കുഫ്രിയത്ത് അവനിൽ നിന്നും മാറിപ്പോകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അവനിക്ക് കിട്ടുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ ആ പുണ്യനബിയെ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ആ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ അന്നത്തെ കാലത്ത് നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന കുഫാരിങ്ങൾ അവരെക്കാൾ വലിയ ഹതഭാഗ്യന്മാർ പിന്നെ ആരാണ് അല്ലേ? നബിയെ കണ്ടിട്ടും നബി തങ്ങളുടെ ജീവിതം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അറബിയിൽ. അവരൊക്കെ എത്രയോ ഭാഗ്യം കെട്ടവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തായ ഹബീബിനെ നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണണം. അതിനുള്ള ചില വഴികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഓടി വരികയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നു മദീന പള്ളിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് മഹാനായ അബൂബക്കർ തങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, അബൂബക്കറെ എന്ത് പറ്റി, നിങ്ങൾ എന്താ പള്ളിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്? ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയേ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയിട്ട് ഞാൻ വന്നതാണ്. യാ അല്ലാഹ് എന്താ സ്നേഹം നബിയേ, എനിക്ക് നിങ്ങളെ കാണാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്ന് നോക്കിയത് എന്ന്. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു വലിയ സഹാബിയ. ആ സ്വഹാബിക്ക് ഭയങ്കര പനിച്ച് 2 ദിവസമായി പള്ളിയിലേക്ക് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സ്വഹാബിമാരുമായിട്ട് സവാദ് തങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് ചോദിച്ചു, സവാദ് എന്ത് പറ്റിയടാ? നബിയെ എനിക്ക് പനിയാണ്. എന്താണ് പനിക്കുള്ള കാരണം? നബിയെ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാ. ആ 2 ദിവസം താങ്കളെ കാണാതെ വിഷമിച്ചിട്ട് എനിക്ക് പനി വന്നതാണ്, അല്ലാതെ വേറെ കാലാവസ്ഥയുടെ പ്രശ്നമൊന്നുമല്ലാന്ന്. എന്താണ് അവരുടെയൊക്കെ സ്നേഹം? നമ്മുടെ സ്നേഹം എവിടെ? അവരുടെ സ്നേഹം എവിടെ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലേ? നബി തങ്ങൾ പറയുന്നു, നിങ്ങളൊക്കെ മുഅ്മിനാണോടോ? സ്വന്തം ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ മക്കളെക്കാൾ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല. അല്ലേ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ വല്ലുപ്പ നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ ആരെയും തിരിഞ്ഞു നോക്കില്ല. ഹുദാക്കേ റൂബ റോജ് സിദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേട്ടേ കാ ന ബേട്ടാ ബാപ്പ് കാ ഹോഗാ. ബാപ്പ മകനെ തിരിഞ്ഞു നോക്കില്ല, ഉമ്മ മകളെ തിരിഞ്ഞു നോക്കില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കളെയും, മക്കൾ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാർ, കാമുകന്മാർ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, കുടുംബക്കാർ, ആരെയും തിരിഞ്ഞു നോക്കാത്ത മഹ്ശറയിൽ നമുക്ക് തുണയായി തണിയായി വരുന്നത് ഒരാൾ മാത്രമാണ്. അത് നമ്മുടെ കരളിൻ്റെ കരളായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി മാത്രമാണ് നമുക്ക് ശഫാഅത്തിനുണ്ടാവുക. നമ്മളിവിടെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. മക്കൾ അവിടെ പറയുന്നത്, പടച്ചോനെ ഈ വാപ്പയും ഉമ്മയും കാരണമാണ് ഞാൻ നശിച്ചു പോയത്, അവരെ എനിക്ക്
കിടത്തിത്താ, അവരുടെ ശരീരത്തിൽ ഞാൻ ചവിട്ടി നിൽക്കട്ടെ എന്ന് മക്കൾ പറയുന്ന ഒരു സമയമാണ് മഹ്ശറിലെ സമയം. ആ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇല്ലാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആ നബിയെ കാണാൻ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, പാമ്പുകളെ വരെ വന്നില്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സൗർ എന്ന ഗുഹയിൽ കയറി ഇരുന്ന സമയത്ത് ഒരു പാമ്പ് വന്ന് കൊത്തി അല്ലേ? ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർ ഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയിൽ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിനും നോക്കുന്നു, പോതും പഴുതുമടക്കുന്നു. പഴുതൊന്നടക്കുവാൻ ശീലത്തുമ്പില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു അല്ലേ? സൗർ എന്ന ഗുഹയിൽ കയറി എല്ലാ പൊത്തുകളും തൻ്റെ കയ്യിലുള്ള ചെറിയ തുണികൾ കൊണ്ട് അതൊക്കെ മൂടി ആ പോതെല്ലാം അടച്ചു വെച്ചു. എന്നിട്ടോ ഒരു പോതടക്കാൻ തുണിയില്ലാതെ വന്നപ്പോൾ തൻ്റെ പാദവിരൽ ആ കകലിൻ്റെ വിരൽ കൊണ്ട് അത് അമർത്തി പിടിച്ചു എന്നാണ്. അവിടെ ഒരു പാമ്പിരുന്നു എന്നാണ്. ആ പാമ്പ് അള്ളാൻ്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ കാണാൻ കാത്തിരുന്ന പാമ്പായിരുന്നു എന്നാണ്. നബിയെ കണ്ടു, അത് നബിയോട് സംസാരിച്ചു, എന്നിട്ടത് പോയെന്നാണ്. യാ അല്ലാഹ്, നബിയെ ഇഷ്ടപ്പെടുന്നവർ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, എല്ലാ ജീവജാലങ്ങളും നബിയെ ഇഷ്ടപ്പെട്ടു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാൻ. എൻ്റെ രൂപത്തിൽ പിശാച് വരൂല. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാ, എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണണ്ടേ ഈ റജബ് മാസത്തിൽ. അതിനുള്ള തൗഫീഖ് റബ്ബ് തന്നനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. പുണ്യമായ ഒരു ദിവസമാണ്. അല്ലാഹുവേ, ഈ രാവിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. റഹ്മാനെ, റമളാനിന് മുമ്പെങ്കിലും മുത്തായ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. നമ്മൾക്ക് എത്രയോ സ്ഥലങ്ങൾ കണ്ടു, എത്രയോ ആളുകളെ കാണാൻ നമ്മൾ കൊതിക്കുന്നു. എന്നിട്ടും അള്ളാന്റെ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കാത്തവർ എത്രയോ ഭാഗ്യം കെട്ടവരാൻ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ 5 വഴികൾ പറഞ്ഞുതരാം. 5 കാര്യങ്ങൾ, 5 വഴികൾ മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നതാ. 5 വഴികൾ. 1, ഒരു മനുഷ്യൻ ഒരാൾ ഒരു രാത്രിയിൽ വിശുദ്ധമായ ഖുർആനിലെ ഒരു പുണ്യമായ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തുൽ മുസമ്മിൽ മഗ്രിബിന് ശേഷം ഒരാൾ ഓതി എത്ര വട്ടം? 41 പ്രാവശ്യം. 1.25 പേജാണ് ആ സൂറത്തുള്ളത്. അത് 41 തവണ നമ്മളത് ഓതി എന്നിട്ട് നമ്മൾ കിടന്നാൽ ഇൻഷാ അല്ലാഹ് മുത്ത് ഹബീബിനെ കാണാം. കണ്ടില്ലെങ്കിൽ ഓതിയതിൻ്റെ കുറവാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു രാത്രി ഒരാൾ നബിയെ കാണാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ സൂറത്തുൽ മുസമ്മിൽ 41 വട്ടം ഓതുക. 41 വട്ടം ഓതി അയാൾ സ്വലാത്ത് ചൊല്ലിക്കിടന്നാൽ ഇൻഷാ അല്ലാഹ് മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, ആമീൻ. ഇനി രണ്ടാമത്തെ ഒരു വഴി മഹത്തുക്കൾ പറയുന്നു. എന്താണത്? രാവിലെ ഒരു മനുഷ്യൻ രാവിലെ 21 വട്ടം, അതുപോലെ വൈകിട്ടും 21 പ്രാവശ്യം. രാവിലെ 21 വട്ടം, വൈകിട്ടും 21 പ്രാവശ്യം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് രാവിലെ 21 വൈകിട്ട് 21 വട്ടം ഓതിയാൽ അന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് അവനിക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാം. ഈ സൂറത്തുൽ ഖദ്റും സൂറത്തുൽ മുസമ്മിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉള്ളതാണ്. കണ്ണേറ് തടയാൻ, സിഹറിനെ തടയാൻ, നാണം കെട്ടുപോവാതിരിക്കാൻ, മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ ഒക്കെ ഈ 2 സൂറത്തുകളും ബെറ്ററാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഓതാൻ തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തേത് വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താകുന്ന സൂറത്തുൽ കൗസർ അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് 1000 തവണ ഒരു രാത്രി ഒരു മനുഷ്യൻ മഗ്‌രിബ് കഴിഞ്ഞാൽ ഓതിക്കോ. 1000 വട്ടം ഓതിയിട്ട് കിടന്നാൽ മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാം. നാലാമത്തെ വഴി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അറിയാവുന്ന സ്വലാത്ത് അല്ലേ, എത്രയോ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട്. ഇബ്രാഹിമിയ, താജു സ്വലാത്ത്, നാരിയത്തു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ. നബിയെ കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഏത് സ്വലാത്ത് ചൊല്ലുന്നോ ആ സ്വലാത്തിൻ്റെ പവർ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നവൻ്റെ ഇഖ്ലാസ് അനുസരിച്ച് മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാം. അഞ്ചാമത്തെ വഴി സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക. സുന്നത്ത്, നബിതങ്ങളുടെ സുന്നത്ത്, നബിതങ്ങൾ ചെയ്ത ജീവിതത്തിൽ എന്തെല്ലാം സുന്നത്തായ കാര്യങ്ങൾ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വീട്ടിലേക്ക് കടക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കണ്ണാടി നോക്കുമ്പോൾ, എത്രയോ മര്യാദകൾ. ഉമ്മയോട്, വാപ്പയോട് അല്ലേ എന്തൊക്കെ രൂപത്തിൽ പെരുമാറണം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട് എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബിനെ കാണാം. റബ്ബേ ഞങ്ങൾക്ക് ഇതിന് തൗഫീക്ക് തരണേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് അള്ളാഹുവേ നാളെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള സമയമാണ്. ഒരുപാട് കണ്ട് ദുആ ചെയ്യാം. അള്ളാഹുവെ പടച്ചവനെ വിഷമങ്ങളെ സങ്കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഒരുപാട് മുറാദുകളുണ്ട്, അത് ഹാസുലാക്കി തരണേ അല്ലാ. വിഷമങ്ങളുണ്ട്, മാറ്റിത്തരണേ അല്ലാ. കടങ്ങളുണ്ട്, മാറ്റിത്തരണേ അല്ലാ. അങ്ങനെ ദ്വാരക്ക. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട് അല്ലേ. പേരില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ. പ്രവാസികളായ ഒരുപാട് പേര് അവരുടെ ജോലികളൊക്കെ ഖൈറുണ്ടാവാനൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഒരുപാട് സഹോദരിമാർ അവർ വേദന തിന്നുകയാണ്. ശരീരം മൊത്തം വേദനയാണ് ഉസ്താദ്, എന്താണെന്നറിയില്ല. ടെസ്റ്റുകൾ പലതും ചെയ്തു, ഒരു കുഴപ്പമില്ല, പക്ഷേ ശരീരത്തിൽ വേദനയാണ്. നരമ്പുകൾക്ക് വേദന, ന്യൂറോ, ആ ഒരു പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ അവരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നമ്മളിപ്പോൾ പറഞ്ഞ ഈ സൂറത്തുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, ഈ രാവിൻ്റെയൊക്കെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി ഖൈറായ ഒരു നല്ല ജീവിതം അല്ലാഹു നമുക്ക് ദുനിയാവിലും അതിനുപരിയായി നാളെ ആഖിറത്തിലും നൽകി ധാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഈ പറഞ്ഞ വീഡിയോ, നിങ്ങൾ കേട്ട വീഡിയോ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.